ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് അംബികയോട് ചോദിക്കുക, അമ്മേ വല്യമ്മാവനും രാജുവും ജയിലിലേക്ക് എത്തുന്നവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അംബിക ഉടനെ പറയുക, സൈലൻ്റ് ആയിട്ടിരിക്കുക. അമ്മ എന്തുവാ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല. എടാ, കൈ കെട്ടി നോക്കി നിന്ന് ഈ കളികളൊക്കെ കണ്ടാൽ മതിയെന്ന്. എന്നാൽ അത് ഓക്കെ അമ്മേ എന്നും പറഞ്ഞ് അമ്മയും മോനും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുവാണ്. ഈ സമയത്ത് ഹരീഷിൻ്റെ വീട്ടിൽ രാധമ്മ പറയുക, ഏത് ലത ചേച്ചി നോക്കിയാലും ഞാൻ എൻ്റെ മോളെ നോക്കുന്ന പോലെ ആകുമോ ഹരീഷേ? അതൊരിക്കലും ആകില്ല രാധമ്മേ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലയോ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും മോനെ, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഹരീഷിന് ഭയങ്കര ദേഷ്യ ഈർച്ചകിടമൊക്കെ തോന്നുന്നുണ്ട്. ഹരീഷ് പറയുക, നടപ്പുള്ള കാര്യമല്ലെന്നും ഉണ്ടെങ്കിൽ പറ രാധമ്മേ, ഞാൻ എത്ര വട്ടം പറഞ്ഞതാ ഞാൻ വരുത്തില്ലെന്ന്. ഹരീഷിൻ്റെ ഈ പിടിവാശി കണ്ട് എല്ലാവരും വളരെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ പ്രിയ പറയാ, എന്നാൽ പിന്നെ രുക്മിണി ആൻറ്റിയുടെ അടുത്തോട്ട്. അത് കൊള്ളാം, ഇവളെ ഈ ശ്രീലക്ഷ്മിയെ ഉപേക്ഷിച്ചിട്ട് ചെന്നാൽ എന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ ആളാ എൻ്റെ അമ്മ. അതുകൊണ്ട് ഇനി അത്തരം പ്രതീക്ഷകളൊന്നും എനിക്കില്ല. അപ്പോൾ വേണുവേട്ടൻ പറയുക, മോനെ ഇനി അങ്ങോട്ട് സാമ്പത്തികമായി ഒത്തിരി ആവശ്യങ്ങൾ വരും. മോളെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം, നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കണം. ഇതൊക്കെ ഞാനൊരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്തു നിന്ന് പറയുക. അതുകൊണ്ട് ഹരീഷിനൊന്നും തോന്നരുത്. ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാൽ കിട്ടുന്ന വരുമാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവള് ഞങ്ങളുടെ അടുത്താണെങ്കിൽ അക്കാര്യത്തിൽ ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട. ആ കാര്യങ്ങളൊക്കെ എങ്ങനെങ്കിലും അങ്ങ് നടന്നു പോയിക്കോളും. ഹരീഷ് ഒരല്പം പുച്ഛത്തോടുകൂടി വേണുവേട്ടനോട് പറയുക, അങ്കിളെ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട, വരട്ടെ, നമുക്കെല്ലാത്തിനും സമയമുണ്ടല്ലോ. വേണുവേട്ടൻ വീണ്ടും സഹതാപത്തോടുകൂടി പറയുവാണ്, ഹരീഷേ എനിക്ക് നിന്നോട് സംസാരിക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്നിട്ട് വേണുവേട്ടൻ രാജുവിനോട് പറഞ്ഞു, എടാ നീ ഒന്ന് സംസാരിക്കടാ ഹരീഷിനോട്. വേണുവേട്ടൻ അങ്ങനെ രാജുവിനോട് പറയുമ്പോഴേ ഹരീഷിൻ്റെ മുഖം അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. രാജു ഹരീഷിനോട് പറയുക, ഹരീഷേ എനിക്ക് നന്നായി അറിയാം നിനക്ക് എന്നോട് വെറുപ്പുണ്ടെന്ന്. അതിൽ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നതുമില്ല, അത് സ്വാഭാവികമാണ്. കാരണം ഞാനും 2 പെങ്ങന്മാരുടെ ആങ്ങളെയാണ്. പക്ഷേ എൻ്റെ മനസാക്ഷി അതനുസരിച്ചാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹരീഷ് ഉടനെ പറയുക, ഈ സിറ്റുവേഷനിലെ കഴിഞ്ഞതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഹരീഷ് അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് രാജു പറയാം, അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും അതവിടെ നിൽക്കട്ടെ, ഞാൻ നിൻ്റെ അടുത്ത് വന്നതേ മറ്റൊരു കാര്യം പറയാൻ. ഹരീഷെ, നീ മറ്റു കോംപ്ലക്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവളുടെ കാര്യത്തിൽ നിന്നെപ്പോലെ തന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അങ്ങനെ ഹരീഷ് പറയുമ്പോൾ രാജു പറയാം, ഇല്ല, ഇനി പണത്തിൻ്റെയൊക്കെ കാര്യത്തിന് ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ടാവും. നിനക്ക് കിട്ടുന്ന വരുമാനം ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അക്കാര്യങ്ങളൊന്നും ഓർത്ത് നീ ടെൻഷൻ ആകണ്ട. ഹരീഷ് ഒരു പരിഹാസത്തോടെ രാജുവിനോട് പറയാ, എനിക്കെന്ത് ടെൻഷൻ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പണമേ എൻ്റെ കയ്യിലുണ്ട്. ഹരീഷ് അങ്ങനെ രാജുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹരീഷിൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. അവനപ്പോൾ ആരോടും പറയാതെ ഫോണും കൊണ്ട് വെളിയിലോട്ടങ്ങ് പോവുകയാണ്. ഹരീഷിൻ്റെ ഈ പെരുമാറ്റത്തിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. എന്ത് പറയണമെന്നറിയാതെ ശ്രീലക്ഷ്മിയും ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം ശേഖരൻ നല്ല ടെൻഷനും വിഷമത്തോടും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ യാമിനി അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ ശേഖരേട്ടാ, ഞാൻ കുറച്ച് നേരം കൊണ്ട് നോക്കുന്നുണ്ടല്ലോ, ശേഖരേട്ടനൊരു വല്ലാത്ത ടെൻഷനിലാണല്ലോ നിൽക്കുന്നത്. സത്യത്തിൽ എനിക്കല്ല ടെൻഷൻ, ചേട്ടൻ എന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്നോട്ട് എനിക്ക് അറിയത്തതുമില്ല. അത് ഓർത്തിട്ടായി എൻ്റെ ടെൻഷൻ. അതെന്താ ടെൻഷനെന്ന് ശേഖരേട്ടന് ചേട്ടനോട് ചോദിച്ചുകൂടെ? ഞാൻ ചോദിച്ചു യാമിനി, പക്ഷെ ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. മന്ത്രിയുടെ പണിയെന്ന് വെച്ചാലേ തലവേദന പിടിച്ച പണിയാ. സ്വസ്ഥതയായിട്ട് ഒരു നിമിഷം അങ്ങനെ ഇരുന്നിട്ടുണ്ടോ? പിന്നെ പൊളിറ്റിക്സ്. യാമിനി പറഞ്ഞത് ശരിയാ. എന്തെല്ലാം തരം കുതികാലുവെട്ട അതിൽ നടക്കുന്നത്. ആദർശധീരന്മാരായ രാഷ്ട്രീയ നേതാക്കളെ പിറകിന്ന് കുത്തിവീഴ്ത്തും. അതാണ് കാലം. ഭരണത്തിൽ കറക്ഷനൊന്നും കാണിക്കാത്തതുകൊണ്ടായിരിക്കും. ചേട്ടന് ശത്രുക്കൾ ഏറെയാ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേതാളവും മകനും, അതായത് അംബികയും ദീപം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ശേഖരൻ പറയുന്നു, പാളയത്തിൽ തന്നെ പാരയാണല്ലോ ഇവിടെ എൻ്റെയും നിൻ്റെ നാവൊന്ന് ചലിച്ചാൽ മതി, അപ്പോഴിറങ്ങി വരും ഈ അമ്മയും മോനും കൂടെ. അംബിക അവിടെ നിന്നോണ്ട് ദീപക്കിനോട് പറയാ, എടാ ദീപക്കെ, ഇവർ ഈ കാര്യം വല്ലതും അറിഞ്ഞിട്ടുണ്ടാവുമോ? ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ, വല്യമ്മാവൻ അപ്പോഴിറങ്ങി പോയതല്ലേ, അപ്പോഴറിയാൻ സാധ്യത ഉണ്ടാവില്ല. അംബിക പറയുക, പക്ഷേ ഈ മണ്ടനെന്തോ മനസ്സിലായിട്ടുണ്ട്. ഏട്ടനും മേട്ടൻ്റെ മരുമാനും കൂടെ സെൻട്രൽ ജയിലിലോട്ട് പോകുമ്പോൾ ഈ അനിയനെ കത്തിച്ച് ആകാശത്തേക്ക് വിടുന്ന കാര്യം ഞാൻ ഏറ്റു. നീ വാ, നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരോട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ശേഖരൻ്റെ അടുത്തോട്ട്. ശേഖര, പ്രതാപൻ വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല ചേച്ചി, ആരുടെയോ ഫോൺ വന്നപ്പോൾ പെട്ടെന്ന് അവനങ്ങ് പോയി. എന്തോ അവനൊരു ടെൻഷനുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. കൂടപ്പിറപ്പുകളല്ലേ, ഒരമ്മ പെറ്റ മക്കള്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായാലേ അതെൻ്റെ ചങ്കിലാ വന്ന് തറയ്ക്കുന്നത്. അതൊരു ടെലിപ്പതിയല്ലേ ചേച്ചി, രക്തത്തെ തൊട്ടറിയുന്ന ടെലിപ്പതി. അംബിക ഒരു ഓസ്കാർ അവാർഡിനുള്ള നാടകം അഭിനയം തന്നെ നടത്തുവാണ്. എങ്ങനെ വളർത്തിയതാ ഞാൻ നിങ്ങളെയൊക്കെ. അതൊക്കെ ഇപ്പോൾ ആരാ ഓർക്കുന്നത്?
ആ അഭിനയം കണ്ടിട്ട് ശേഖരൻ ചോദിക്കോ, അതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഏതെങ്കിലും തരത്തിൽ ചേച്ചിയെ വേദനിപ്പിച്ചോ? അംബിക അപ്പോൾ ഒരു പുച്ഛത്തോടെ ഇങ്ങനെ ശേഖരനെ നോക്കുവാണ്. അപ്പോൾ യാമിനി പറയുന്നത്, ദാണ്ട ചേട്ടൻ വന്നല്ലോ. പ്രതാപൻ വളരെ ടെൻഷനും വിഷമത്തോടുകൂടിയാണ് വന്ന സോഫയിൽ ഇരുന്നിട്ട് കൈ ഇങ്ങനെ തലയ്ക്ക് വെക്കുന്നുണ്ട്. അംബികയും മകനും അത് നോക്കി ഉള്ളുകൊണ്ട് ചിരിക്കുവാണ്. പാവം ഒന്നും അറിയാതെ ശേഖരനെ യാമിനി അതെന്താണെന്നറിയാതെ വിഷമിച്ച് നിൽക്കുവാണ്. യാമിനി ചോദിക്കുന്നു, ചേട്ടാ കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? തണുത്ത എന്തെങ്കിലും എടുക്കണോ അതോ ചായ എടുക്കണോ? പ്രതാപൻ ഒന്നും മിണ്ടുന്നില്ല. ശേഖരൻ പറയാ, യാമിനി പോയി ജ്യൂസ് എടുത്തോണ്ട് വാ. ദീപക് അംബികയുടെ ചെവിയിൽ പറയുന്നു, പണി കിട്ടിയിട്ട് വന്ന് ഇരിക്കുവാണെന്ന് തോന്നുന്നു, അടുത്തത് രാജിയായിരിക്കും തോന്നുന്നട എന്ന് അംബികയും പതുക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈകിട്ടോടെ അറസ്റ്റ് നടക്കും. അങ്ങനെ ദീപക് പറഞ്ഞ് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. ഒന്നും അറിയാത്തവളെ പോലെ അംബിക ഇങ്ങനെ ശേഖരനെ കണ്ണുകൊണ്ട് കാണിക്കുന്നു. എന്താ ഇവന് പറ്റിയതെന്ന് അറിയില്ലെന്ന് ശേഖരനും കണ്ണുകൊണ്ട് തന്നെ കാണിക്കുന്നു. എന്നിട്ട് അംബിക ചോദിക്കുന്നു, എന്താ പ്രതാപ നിന്റെ മുഖം അല്ലാതിരിക്കുന്നത്? നിനക്കെന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. അപ്പോൾ യാമിനി ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ പ്രതാപൻ പറയുന്നു, വേണ്ട ശേഖര, നീ വേഗം രാജുവിനെ ഒന്ന് വിളിക്ക് എന്നിങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ശരി ഏട്ടാന്ന് പറഞ്ഞ് രാജുവിനെ വിളിക്കുന്നുണ്ട് ശേഖരൻ. പ്രതാപൻ അംബികയോടോ ആരോടോ ഒന്നും പറയാതെ എഴുന്നേറ്റ് മുകളിലോട്ടങ്ങ് പോവുകയാണ്. ദീപക് പതുക്കെ അംബികയോട് പറയുക, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇതിൽ ഇയാൾ പെട്ടത് തന്നെ. ആ പരമദുഷ്ടയായ കൂടപ്പിറപ്പായ സ്വന്തം ചേച്ചി പറയുക, ഇവനൊന്ന് നാണം കെട്ട് രാജിവെച്ചാൽ മതിയായിരുന്നു. പിന്നെ ഒരു 12 or 14 കൊല്ലം ജയിലിൽ. അതിനുശേഷം ഇവിടെ നമ്മുടെ തിരുവിളയാടലായിരിക്കും. ആ സരസ്വതിയെയും ഋതികയും ഞാൻ കൊല്ലും. പിന്നെ ഈ സാമ്രാജ്യത്തിന്റെ മഹാറാണി ഞാൻ തന്നെ. ഇങ്ങനെ മതിമറന്ന് ഉല്ലസിക്കുവാണ് അംബിക. അങ്ങനെ ഒരിക്കലും നടക്കാത്ത ആ മോഹം കണ്ട് അമ്മയും മകനും അങ്ങ് പൊട്ടിച്ചിരിക്കുവാണ്. രാജുവും ഋതിയും ഹരീഷിന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുവാണ്. രാജു പറയാ, മേഡം പറഞ്ഞത് ശരിയാ, ആ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല പേരാ, എന്നാ പിന്നെ അത് തന്നെ മതി. രാജു അവരോട് എല്ലാവരോടും കൂടി പറയുന്നു, എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ രാവിലെ തന്നെ സാറിന്റെ വീട്ടിൽ ചെന്ന് കാർ എടുത്തോണ്ട് വരാം. എന്നിട്ട് ഞാനും മേഡം കൂടി ശ്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവിടെ ഒത്തിരി നല്ല ഗൈനക്കോളജിസ്റ്റുകളുണ്ട്. ഉടനെ ഹരീഷ് പറയുന്നു, അതിൻ്റെ ആവശ്യം ഒന്നുമില്ല. ഇക്കാര്യത്തിൽ ഇവിടെ ആരും വന്ന് ബുദ്ധിമുട്ടണ്ട. ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഇവളെ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ രാജുവിൻ്റെ ഫോണിലോട്ട് ശേഖരൻ്റെ ഫോൺ വരുന്നുണ്ട്. ഹലോ, എന്താ ശേഖരൻ സാറേ? രാജു വീട്ടിലില്ലേ? എന്താ സാറേ, ഞാൻ രാജുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. സാറേ, ഞാൻ എൻ്റെ അളിയൻ്റെ വീട്ടിലാണ്. എന്താ സാറേ വിളിച്ചത്? രാജു അത്യാവശ്യമായിട്ടും ചേട്ടനെ വന്നൊന്ന് കാണണം. ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എന്താണെന്നറിയില്ല. ചേട്ടൻ വല്ലാത്തൊരു ടെൻഷനില്ല. സാറേ, ഞാൻ ഉടനെ തന്നെ വരാം സാർ. ശരി രാജു, പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് ശേഖരൻ ഫോൺ കട്ട് ചെയ്യുവാണ്. രാജു എല്ലാവരോടുകൂടി പറയുന്നു, എനിക്ക് അത്യാവശ്യം വർമ്മ സാറിൻ്റെ അടുത്തോട്ടൊന്ന് പോകണം. അപ്പോൾ ഹരീഷ് പറയുന്നു, എന്നാൽ രാജുവേട്ടൻ പോയിക്കോ, ഞാനേ ഇവളെ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, നിങ്ങളെല്ലാവരും വീട്ടിലോട്ട് പൊയ്ക്കോളുമല്ലോ എന്നിങ്ങനെ രാജു ചോദിക്കുമ്പോൾ വേണുവേട്ടൻ പറയുന്നു, എടാ ഞങ്ങൾ പൊയ്ക്കോളാം, നീ വേഗം വർമ്മ സാറിൻ്റെ അടുത്തോട്ട് ചെല്ല്, എന്നാൽ ഞാൻ പോയിട്ട് വരാം, മോള് സന്തോഷമായിട്ടിരിക്കും എന്നിങ്ങനെ ശ്രീലക്ഷ്മിയുടെ കവളിൽ തൊട്ട് പറഞ്ഞിട്ടാണ് രാജു പോകുന്നത്. പ്രതാപൻ വല്ലാത്ത ഒരു ടെൻഷനിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. പ്രതാപനെ ചുറ്റി യാമിനിയും ശേഖറും അംബികയും മകൻ ദീപക്കും എല്ലാം നിൽക്കുന്നുണ്ട്. അംബിക ഉടനെ പറയുക, അത് ശരി, അപ്പോഴങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? ഈ ലാപ്ടോപ്പ് തട്ടിപ്പ് കേരളത്തിൽ വലിയ വിഷയമാകുമല്ലോ. മീഡിയ അറിയാത്ത ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, പിന്നെ അവർ കൈകാര്യം ചെയ്തോളും എന്ന് പറയുവാണ് ദീപക്. അംബിക പറയുക, ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ച് സ്റ്റുഡൻസിന് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലേ സ്കൂൾ പിള്ളേർ മതി, പിന്നെ അവന്മാരെല്ലാം തല്ലി പൊളിക്കും, ബസ്സും കാറും പിന്നെ സെക്രട്ടേറിയറ്റ് വരെ. നമ്മൾ സൂക്ഷിക്കണം, ഇങ്ങോട്ടേക്കും വരും എന്നിങ്ങനെ ദീപക്കിൻ്റെ വക. ശേഖരന് ദേഷ്യം വന്നിട്ട് വയ്യ. ശേഖരൻ പറയാ, എന്താ നിങ്ങൾ അമ്മയും മകനും കൂടെ ഈ പ്രശ്നം ആഘോഷിക്കുവാണോ? ഉടനെ അംബിക ചോദിക്കുക, അല്ല ഈ ലാപ്ടോപ്പ് ഇടപാട് ഡീൽ ചെയ്തത് രാജു അല്ലേ? അത് കൊട്ടേഷൻ സ്വീകരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കൈകൊണ്ട കാര്യമാണ്, അത് അവരുടെ തീരുമാനമായിരുന്നു എന്നിങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്. പക്ഷേ ഫയല് കമ്പനിക്ക് കൈമാറിയത് രാജുവാണ്. അപ്പോൾ രാജു അങ്ങോട്ട് ഓടിപ്പിടിച്ച് വരുന്നുണ്ട്. സാറേ, സാറെന്തിനാ വിളിപ്പിച്ചത് എന്ന് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രതാപനോട്. എന്താ പ്രശ്നം സാർ? പ്രതാപൻ ചോദിക്കുന്നു. ശ്രീലക്ഷ്മിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാർ, എല്ലാവരും ശ്രീലക്ഷ്മിയുടെ അടുത്തുണ്ട്. അല്ല, സാർ എന്തോ ടെൻഷനിലാണെന്ന് ശേഖരൻ സാറ് പറഞ്ഞു. ടെൻഷനുണ്ട് രാജു, എല്ലാ അർത്ഥത്തിലും നിനക്കും ഇന്നൊരു നല്ല ദിവസമാണ്. പക്ഷെ ഒട്ടും സുഖകരമല്ലാത്ത ഒരു വിഷയം ഇപ്പോൾ എനിക്ക് നിന്നെ അറിയിക്കേണ്ടിയിരിക്കുന്നു. അംബികയ്ക്ക് കലി വന്നിട്ട് വയ്യ. ഓ, കാര്യം അങ്ങോട്ട് പറയടാ, അവനെ സൂഹിപ്പിക്കാതെ എന്നിങ്ങനെ പുറൂർത്തോണ്ട് പറയുവാണ്. അങ്ങനെ പ്രതാപൻ രാജുവിനോട് പറയുന്നു, ആ ലാപ്ടോപ്പ് ഇടപാടിൽ നമ്മൾ അതിഭയങ്കരമായി ചതിക്കപ്പെട്ടിരിക്കുന്നു. തീരുമാനിച്ച കമ്പനിയായിട്ടല്ല, മറ്റൊരു കമ്പനിയായിട്ടാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത്. അത് കേട്ട് രാജു അങ്ങ് ഞെട്ടിയിട്ട്, സാറേ എന്തോ ഈ പറയുന്നേ?
അതേ രാജു, ഏകദേശം 10% ലാപ്ടോപ്പുകളെ വിതരണം ചെയ്തിട്ടുണ്ട് എങ്കിലും വിതരണം ചെയ്യപ്പെട്ട സിസ്റ്റംസ് എല്ലാം കംപ്ലൈൻ്റ് ആണ്. യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ചു. 2 സ്റ്റുഡൻസിന് പൊള്ളലേറ്റു. അത് കേട്ട് രാജു എൻ്റെ ദൈവമേ എന്നും പറഞ്ഞിങ്ങനെ നിന്ന് സങ്കടപ്പെടുവാണ്. സംഗതി സീരിയസ് ആ രാജു. എൻ്റെ പേരിൽ അഴിമതി ആരോപണം വരും. ഒരു നയാ പൈസ ഇന്ന് വരെ കൈക്കൂലിയായി കൈപ്പറ്റാത്ത ഞാൻ കള്ളനായി രാഷ്ട്രീയം വിടേണ്ടി വരും. ഒരുപക്ഷെ അറസ്റ്റ് വരെ ഉണ്ടാവും. രാജു അമ്പരന്നിട്ട് ചോദിക്കുക, സാറേ ഇതെങ്ങനെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്? അതേ രാജു, അതാണ് പ്രധാന കാരണം. എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് നമ്മൾ തന്നെ അന്വേഷിക്കണം, അത് കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മുടെ കൈവിട്ടു പോകും. ഉടനെ അംബിക ചോദിക്കുക, ലാപ്ടോപ്പ് ഡീലിങ്സിൻ്റെ ഫയൽ നീക്കിയത് ഇവനല്ലേ? ഇവൻ കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ലെന്ന് ആര് കണ്ടു? അത് കേട്ട് ചേച്ചി എന്നിങ്ങനെ പ്രതാപം പറയുമ്പോൾ അംബിക പറയട്ടെ, മെയ്യനങ്ങാതിങ്ങനെ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലോട്ട് വന്നാൽ ആർക്കെങ്കിലും കഴിക്കുവോ? ദേഷ്യത്തോടെ തന്നെ രാജു മേഡം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അംബിക വിശ്വസ്തനാണ്, സത്യസന്ധനാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം നീ ഇവനെ ഏൽപ്പിച്ച് പ്രതാപനോട് പറയുക. ഒടുവിൽ എന്തു പറയുന്ന സ്വന്തം മകളെ പോലെ ഇവന് കെട്ടിച്ചു കൊടുത്തു. പാല് കൊടുത്ത കൈക്ക് തന്നെ ഇവൻ താണ്ട തിരിച്ച് കടിച്ചില്ലേ? ചേച്ചി എന്തൊക്കെ പറയുന്നത്? ദേഷ്യത്തോടെ പ്രതാപൻ ചോദിക്കണം. എനിക്ക് സഹിക്കത്തില്ലടാ, അതുകൊണ്ടേ ഞാനിതൊക്കെ വിളിച്ച് പറയും. നീ എൻ്റെ ആങ്ങളെയാണെങ്കിലും നീ എനിക്ക് എൻ്റെ മകനെ പോലെയാ. നീ ജയിലിലേക്ക് പോവുകയാണെന്ന് അറിയുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുക. കോഴ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പിന്നെ തീരുമാനിച്ച കമ്പനിക്ക്, അല്ലാതെ മറ്റൊരു കമ്പനിക്ക് അവൻ എന്തിനാ അഗ്രിമെൻ്റ് എഴുതിയത്? എത്ര കോടി രൂപ കൈക്കൂലി മേടിച്ചെന്ന് പറയടാ. അത് കേട്ട് ശേഖരൻ പറയുന്നു, ചേച്ചി എന്ത് മര്യാദകേടും വിളിച്ച് പറയാമെന്ന് കരുതരുത്. രാജു ഒരു പാവമാണെന്ന് കരുതി എന്തും അവൻ ക്ഷമിക്കുമെന്ന് കരുതരുത്. അല്ലെങ്കിൽ ഈ ചേച്ചി ഇങ്ങനെയാ, രാജുവിനെ കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയാൽ മാക്സിമം അത് മുതലാക്കും. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഞങ്ങളും അരിയാഹാരം തന്നെയാ ചേച്ചി കൂടുതലും കഴിക്കുന്നത്, യാമിനി പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അംബിക ദേഷ്യത്തോടെ നീയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പൊട്ടിത്തെറിക്കണ്ട. എൻ്റെ ആങ്ങളെയാ കേരളക്കരയ്ക്ക് മുന്നിൽ ഒരു പെരും കള്ളനാകാൻ പോകുന്നത്. ശേഖരനെ നോക്കിയിട്ട് പറയുന്നു, എടാ എനിക്ക് നോവും, നിനക്കൊന്നും നോവണമെന്നില്ല. തെറ്റ് ചെയ്തവരെയും കട്ടുമോഷ്ടിച്ചവരെയും ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ട് രാജുവിനെ നോക്കി പറയുന്നു, എടാ എൻ്റെ ആങ്ങളെ കള്ളനാക്കിയതിൻ്റെ ഉത്തരവാദി നീയാ. നീ ഒരൊറ്റൊരാൾ മാത്രമാ. ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്ത് നീ ജയിലിൽ പൊയ്ക്കോണം. ഇത്രയും ക്ഷമിച്ചത് മതിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജു പറയുക, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ജയിലിൽ പോയാൽ പോരെ മാഡം? ഞാനും വർമ്മ സാറും തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇത്തരം തെറ്റുകൾ ചെയ്യുകയുമില്ല. ഈ ഇടപാടിന്റെ പേരിലേ വലിയ ചതി നടന്നിട്ടുണ്ട്. അത് അംബികയെ ഒന്ന് കുത്തിക്കൊണ്ടാണ് രാജു പറഞ്ഞത്. അതെവിടെ നിന്നാണെന്നും എങ്ങനെയാണെന്നും ഞാൻ കണ്ടുപിടിക്കും, ഷുവറാ. പിന്നെ ഇക്കാര്യത്തിലെന്നല്ല, വേറെ എന്ത് കാര്യത്തിലായാലും വർമ്മ സാർ ഒരിടത്തും ബലിയാടാകത്തില്ല. അതിനെ ഞാൻ സമ്മതിക്കത്തതുമില്ല. അത് സാറിന്റെ മകളുടെ ഭർത്താവായതുകൊണ്ടല്ല, സാറിന്റെ ഇടങ്കൈ ബലം ഞാനാ. രാജു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ശേഖരനും യാമിനിക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. അംബികയുടെ മോൻ്റെ അഹങ്കാരം കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു. രാജു അംബികയെ വിടുന്ന പാടേയില്ല. ഞാനുള്ളപ്പോഴേ വർമ്മ സാർ ഒരിടത്തും തോൽക്കത്തില്ല. പിന്നെ മേഡം വികാരം കൊള്ളുന്നതേ ഷേക്സ്പിയർ ഡ്രാമയിലെ മാർക്ക് ആന്റണിയുടെ പ്രസംഗം പോലെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത്രയും നാളും കണ്ട രാജു അല്ല ഇപ്പൊ അംബിക കാണുന്നത്. അതുകൊണ്ടേ മേഡം കൂടുതൽ വികാരമൊന്നും കൊള്ളണ്ട. ചിലതൊക്കെ പറയാനേ എനിക്കും ഉണ്ടാവും. അത് കേട്ടതും അംബിക അങ്ങ് ഞെട്ടിപ്പോയി. പ്രതാപനോട് രാജു പറയുന്നു, ഞാൻ കാരണം എൻ്റെ സാറിന് ഇങ്ങനൊരു സങ്കടം നേരിട്ടതിൽ എനിക്ക് പ്രയാസമുണ്ട്. ജയിലിൽ പോവേണ്ടി വന്ന ഞാൻ പോകും, സാറ് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അംബികയും ദീപക്കിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് രാജു അവിടുന്ന് പോവുകയാണ്. പ്രതാപൻ പറയുക, ഇന്ന് അവൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോശമായിപ്പോയി. കലി തുള്ളിക്കൊണ്ട് അംബിക ചോദിക്കുക, അവൻ എന്നോട് കാണിച്ച ധിക്കാരത്തിന് നിനക്കൊന്നും പറയാനില്ലേ? അളമുട്ടിയാൽ ചേരയും കടിക്കും ചേച്ചി, ശേഖരൻ പറയുന്നുണ്ട്. അവൻ കട്ടുമുടിച്ചതിനെ എൻ്റെ ആങ്ങളെ ജയിലിൽ പോകേണ്ടി വരില്ലേ? യാമിനി സങ്കടവും ദേഷ്യവും കൊണ്ട് പറയാ, ചേച്ചി രാജു ചേട്ടൻ്റെ മരുമകനാ. ഇത് എത്ര പ്രാവശ്യമാണ് ചേച്ചിയോട് പറയേണ്ടത്? അവൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അവൻ അശ്രദ്ധ പറ്റിയിട്ടുണ്ടാവും, അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല, പ്രതാപൻ പറയുക. അംബികയുടെ വരയിൽ പ്രതാപൻ വീഴുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ പറയുക, നീയേ അവനെ ന്യായീകരിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നോ? ഭൂമി പിളർന്ന് നീ താഴേക്ക് പോകുമ്പോഴേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ സമൂഹത്തിന്റെ മുന്നിൽ കുറ്റക്കാരനായി നിൽക്കുന്നത് നീയാണെന്ന്. അത് മറക്കണ്ട എന്നും പറഞ്ഞ് അംബിക മോനും അവിടുന്ന് പോകുന്നുണ്ട്. എങ്ങനെയും ഇതിന്റെ സത്യസന്ധത കണ്ടുപിടിക്കണമെന്ന് ആലോചിച്ചിട്ട് പ്രതാപൻ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിന്റെ നിരപരാധിത്വം രാജു തന്നെ തെളിയിക്കും. പ്രതാപന്റെ പേരിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നെല്ലാം പ്രതാപനെ രാജു രക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.